ഒരു കിടിലനായിട്ടുള്ള സീസൺ 2 തന്നെയാണ് പാതാളോക് സീസൺ 2 ഓഫർ ചെയ്തത്. 2022 സീസൺ 1 റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡിന്റെ ആ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ കുറെ സീരീസുകളും സിനിമകളും തപ്പിപ്പിടിച്ച് കാണുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ കണ്ടു തുടങ്ങിയ ആ ഒരു സീരീസിന് വളരെയധികം യുണീക്ക് ആയിട്ടുള്ളതും അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള സീരീസ് തന്നെയായിരുന്നു. 5 വർഷത്തിന് ശേഷം ഇതിന്റെ ഒരു സെക്കൻഡ് സീസൺ അനൗൺസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും പ്രതീക്ഷ ഒരിക്കലും കുറവായിരുന്നില്ല, കൂടുതൽ തന്നെയായിരുന്നു. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് 100% നീതി പുലർത്തിയിട്ടുള്ള ഒരു സെക്കൻഡ് സീസൺ തന്നെയാണ്. ഇപ്രാവശ്യം ഹാത്തിറാം ചൗധരിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരുപാട് റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ളതും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ്. അതിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു മൊത്തത്തിലുള്ള സീസൺ 2ന്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള ഒരു കോർ പ്ലോട്ട്. ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ ക്രിയേറ്റേഴ്സ് ഈ ഒരു സീസൺ 2ന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു തീമാണ്. ഈ ഒരു സ്റ്റോറിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്ത് അത്രത്തോളം റിസർച്ച് ചെയ്യുകയും അത്രത്തോളം റെഫറൻസുകൾ കണ്ടെത്തുകയും അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവർ അത് എടുത്തു വെച്ചിട്ടുള്ളത്. ആ ഒരു നേച്ചറിനോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവർ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഡൽഹിയിലുള്ള ഹാത്തിറാം എന്ന് പറയുന്ന ആ ഒരു പോലീസ് ഓഫീസറുടെ അടുത്ത് ഒരു കേസ് എത്തുകയും അത് എങ്ങനെ നാഗാലാൻഡിലത്തെ ഒരു സംഭവമായിട്ട്, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സീസൺ 2 ശരിക്കും ഓഫർ ചെയ്യുന്നത്. ആൻഡ് ജയ്ദീപ് അഹ്ലാവത്തിന്റെ ആ ഒരു ഹാത്തിറാം ചൗധരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ആ ഒരു പെർഫോമൻസ് ഫസ്റ്റ് സീസൺ കണ്ട നമുക്ക് എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് തന്നെയായിരുന്നു അത്. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ ഒരു റൂഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആൻഡ് അത്രത്തോളം സിൻസിയർ ആൻഡ് റൂഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലും കരിയറിലും ഉണ്ടാവുന്ന ഒരുപാട് സംഭവങ്ങളും അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ആ ഒരു സെൻസിറ്റീവ് കേസസും, അതിലേക്ക് ഈ ഒരു കേസ് എത്രത്തോളം അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഈ ഒരു കേസ് അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അതിനിടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീരീസിന്റെ സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്ന പല കാര്യങ്ങളായിരുന്നു. അതൊരിക്കലും അവര് ഓക്കെ ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നത് വേണ്ടായിരുന്നു എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാത്ത ഒരുപാട് സീക്വൻസ് ഈ സീരീസിലുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് നാഗാലാൻഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ട് ഈ ഒരു കേസ് കൊണ്ട് പ്ലേസ് ചെയ്തത് അല്ലെങ്കിൽ ഇതിലത്തെ മെയിൻ സംഭവങ്ങൾ കൊണ്ട് പ്ലേസ് ചെയ്തതാണ്. ശരിക്കും ആ ഒരു സ്ഥലത്ത് നടക്കുന്ന പല കാര്യങ്ങൾ, അതിന്റെ ആ ഒരു സ്ഥലത്തിന്റെ ഹിസ്റ്ററി ആയാലും അവരുടെ ഒരു കൾച്ചർ ആയാലും അവരനുഭവിക്കുന്ന ഒരുപാട് ഒപ്രഷൻസ്, സ്ട്രഗിൾസ്, ഇതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ കൂടെ ഈ ഒരു മെയിൻ പ്ലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ ഇവിടെ അവർ മെയിൻ ആയിട്ട് ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് ശരിക്കും ഈ നാഗാലാൻഡിലുള്ള പല സീക്വൻസ് വരുമ്പോഴും നമ്മൾ അവിടെ ചെന്ന് ഈ ഒരു സംഭവങ്ങളൊക്കെ നേരിട്ട് കാണുകയും അവിടെ ഉണ്ടാകുന്ന ഇവരുടെ അവസ്ഥ, അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥ ശരിക്കും നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു. ഈ സീരീസിന്റെ മേക്കേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെ എന്താണോ അവർക്ക് ഓഫർ ചെയ്യേണ്ടത് അത് പക്കയായിട്ട് തന്നെ ഓഫർ ചെയ്യുന്നതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് ഇതിന്റെ ആ ഒരു ഔട്ട്പുട്ടിൽ കാണാനുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാസ്റ്റിംഗ് കിടിലനായിട്ടുണ്ട്. കാരണം എല്ലാവരും ഈവൻ ഏത് മെയിൻ ഇതിലേക്ക് വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും, ഈവൻ ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടുമറന്ന പല ക്യാരക്ടേഴ്സിനും ഇതിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് എവിടെയും ആരെയും വിട്ടുപോവാതെ ജസ്റ്റ് ആ ഒരു ഫ്ലോക്ക് അനുസരിച്ച് എവിടെയാണോ ഫസ്റ്റ് സീസൺ നിർത്തിയത് പിന്നീട് അങ്ങോട്ടേക്കുള്ള അദ്ദേഹത്തിന്റെ ഹാത്തിറാമിന്റെ ഒരു പേഴ്സണൽ ലൈഫും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള പല കാര്യങ്ങളും അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസും ഇതിനെല്ലാം ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ നിങ്ങളൊരു ഇന്ത്യൻ സീരീസ് അല്ലെങ്കിൽ നല്ല കിടിലനായിട്ടുള്ള പല ഇന്ത്യൻ സീരീസും കാണാൻ ഉള്ള ഒരു ഓട്ടത്തിലാണെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സീരീസ് തന്നെയാണ്, ഒരു ത്രില്ലർ സീരീസ് തന്നെയാണ്, ഒരു ക്രൈം ത്രില്ലർ സീരീസ് തന്നെയാണ് പാതാളോക് സീസൺ 2. ഇതിൽ അവർ ഹാൻഡിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായാലും കാസ്റ്റിന്റെ പെർഫോമൻസ് ആയാലും, അതായത് ആ ഒരാളുടെ പെർഫോമൻസ് മാത്രമല്ല അത് ഇതിൽ വന്നുപോയ പലർക്കും പറയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നല്ല കിടിലനായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇഷ്വാക് സിംഗ് ചെയ്തിട്ടുള്ള അൻസാരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഈ ഹാത്തിറാം ആൻഡ് അൻസാരി ഇവരുടെ രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി പലയിടത്തും നല്ല പോലെ തന്നെ വർക്കൗട്ട് ആയി. അത് അത്രത്തോളം ഒരു 100% ആയിട്ട് ശരിക്കും ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ട് അവർ ജീവിച്ചു എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെതായിട്ടുള്ള പല മൊമെന്റ്സും ഫസ്റ്റ് സീസണിലുള്ള പല കാര്യങ്ങളെയും ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ശരിക്കും മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന്റെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് ഹാത്തിറാമിന് ഈ ഒരു കേസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് എന്നുള്ള പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ സീരീസ് കഴിയുമ്പോൾ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷനും മുഖത്തൊരു ചിരിയോട് കൂടിയിട്ടാവും നമുക്ക് ഈ സീരീസ് കണ്ട് അവസാനിപ്പിക്കാൻ പറ്റുക. പലപ്പോഴും ഈ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ റിലീസായ 2021 നായാട്ട് എന്ന് പറയുന്ന ഒരു മൂവി, വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസ് ഓഫ് 2021 എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രം മലയാളം മൂവീസ് അത്രത്തോളം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടത്തിന്റെ ആ ഒരു മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഷെയ്ഡ് പലയിടത്തും ശരിക്കും പാതാളോക് കാണുമ്പോൾ തോന്നി. അത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റി പല കാര്യങ്ങളും. സോ
തീർച്ചയായിട്ടും കാണാം. ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ എന്താണോ ആമസോൺ പ്രൈം പല സീരീസും ഓഫർ ചെയ്യാറുണ്ട്, അതായത് ഇപ്പോൾ പഞ്ചായത്തായാലും ഇതായാലും ശരി, അവർ ആ സീരീസിലൂടെ ഓഫർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് കണ്ടന്റിന്റെ, അത് ഒരിക്കലും അവർ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഇതിലും ശ്രമിച്ചിട്ടില്ല. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.